അസ്സലാമു അലൈക്കും. അമ്പകുന്ന് കൊയക്കയാണ്. അല്ലാഹുവിനെയും അവന്റെ നിയമവിധികളെയും വ്യവസ്ഥകളെയും മുസ്ലിം സമൂഹമേ സൂക്ഷിക്കുക. ആധുനിക ലോകത്ത് ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മുസ്ലിം സമൂഹമേ നിങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പരിഹാരം കാണുക. മനുഷ്യ സമൂഹത്തിനാകമാനം യഹലോക ജീവിതത്തിന് ആവശ്യമായ എല്ലാ വിധിവിലക്കുകളും മുമ്പ് കഴിഞ്ഞു പോയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനുള്ളതും പരലോക ജീവിതം ഉൾപ്പെടെ എല്ലാം ഉൾക്കൊള്ളുന്ന അമാനുഷിക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന മതം ഒരു പുതിയ മതമല്ല. ഇവിടെ 1,24,000-ൽ പരം പ്രവാചകന്മാരും 313 മുർസലുകളും പ്രബോധനം ചെയ്ത മതം തന്നെയാണിത്. യാതൊരു ഭിന്നതയും കൂടാതെ അത് നിലനിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുമുണ്ട്. നമ്മെയും മറ്റഖിലവും സൃഷ്ടിച്ചവനും സംരക്ഷിക്കുന്നവനും ഈ ലോകത്തും മരണശേഷമുണ്ടാകുന്ന അന്ത്യനാളിലെ അഥവാ പുനരുദ്ധാന നാളിലെ വിചാരണയിലും അല്ലാഹു പരമാധികാരിയാണെന്ന് വിശ്വസിക്കാത്തവർക്ക് അല്ലാഹു പ്രവാചകർക്ക് ഖുർആൻ മുഖേന നൽകിയ ഈ ബാധ്യത നിറവേറ്റുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. നിഷ്കളങ്കം അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അവന്റെ നിയമവിധി വ്യവസ്ഥകൾക്ക് അനുസൃതമായി ആത്മാർത്ഥതയോടെ ഊഷ്മതയിൽ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ അല്ലാഹു തൃപ്തിപ്പെടുന്ന നേർമാർഗത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ പരിശുദ്ധ ഖുർആൻ അന്ന് മുതൽ ജനങ്ങൾ വായിക്കുന്നു. ഇന്നും ദിനം പ്രതി അനേക കോടി ജനങ്ങൾ ഖുർആൻ വായിക്കുന്നു. ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അത് എത്ര തവണ വായിച്ചാലും മടുപ്പ് വരില്ല. പാരായണവും പുതിയ പാരായണത്തിനു പ്രേരിപ്പിക്കുന്നു. നൂഹ് നബിയോട് അവൻ കൽപ്പിച്ചതും താങ്കൾക്ക് നാം സന്ദേശം നൽകിയതും ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി എന്നിവരോട് നാം കൽപ്പിച്ചതുമായ മതം തന്നെയാണ് അവൻ നിങ്ങൾക്ക് നിയമമാക്കി തന്നത്. അതായത് ഈ മതത്തെ നിങ്ങൾ നിലനിർത്തണം, അതിൽ ഭിന്നിക്കരുത്. സൂറത്ത് ശൂറ 13. അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ ഓരോന്നും മറ്റൊന്നിനെ സത്യപ്പെടുത്തുന്നതാണ്. അടിമകൾക്ക് മാർഗദർശനം ചെയ്യുന്നതിനായി 100 ഏടുകളും അതുപോലെ സബൂറും തൗറാത്തും ഇഞ്ചീലും ഇറക്കിയ അല്ലാഹുവാണ് സത്യാസത്യ വിവേചകമായ ഖുർആനും അവതരിപ്പിച്ചത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കു നൽകിയത് പോലെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വഹി നൽകിയത്. വിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ അത് വിശദീകരിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം എന്നീ 5 പ്രവാചകന്മാരോടും അവൻ കൽപ്പിച്ച മതം തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നിങ്ങൾക്കും നിയമമാക്കിയത്. ഈ പ്രവാചകന്മാരെ പേരെടുത്ത് പറഞ്ഞത് ഒരു പ്രമുഖരും വലിയ ശരീഅത്തും ധാരാളം അനുയായികളും ഉള്ളവരായതിനാലാണ്. അല്ലാഹു അല്ലാതെ ഒരു ആരാധനയുമില്ല എന്ന് അല്ലാഹുവും മലക്കുകളും ജ്ഞാനികളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. സൂറത്ത് ആലി ഇമ്രാൻ 18. ഒരു ദൂതനെയും തന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ നാം അയച്ചിട്ടില്ല. ദൂതൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണത്. അപ്പോൾ അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴി തെറ്റിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. സൂറത്ത് ഇബ്രാഹിം 4. അല്ലാഹുവിലും അവന്റെ റസൂലിലും നൽകിയ ഖുർആനിലും ഖുർആനിൽ നിയമവിധി വ്യവസ്ഥകളിലും അന്ത്യദിനത്തിലെ വിചാരണയിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർ ഖുർആനിനെ കുറിച്ചും സത്യമായ നബിവചനങ്ങളെ കുറിച്ചും അറിവുള്ളവർ അറിവിന്റെ ആഴത്തിൽ പഠിക്കുവാനും സൂക്ഷ്മതയോടെ മനസ്സിലാക്കുവാനും പരിശ്രമിക്കുകയും ഈമാൻ ദാഹികളായ അറിവ് കുറവുള്ളവർക്ക് ശരിക്കും ബോധ്യമാകുന്നത് പോലെ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ മനുഷ്യരെ ആകാശത്തെ വെള്ളവും ഭൂമിയിലെ പല മൂലകങ്ങളുമായി അന്ധകാര ശൂന്യതയിൽ നിന്ന് പെരിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. സൂറത്തുൽ ത്വാരിഖ് 6. മനുഷ്യൻ ചിന്തിച്ചു നോക്കുക. ഒരു ജലബിന്ദു കൊണ്ട് മാംസം, കണ്ണ്, ചെകിട്, പല്ല്, നാവ്, തൊലി, എല്ല്, ഞരമ്പ്, തല, ഉടൽ, കൈകാലുകൾ എന്നിങ്ങനെ രൂപപ്പെടുത്തി അവക്കുള്ളിൽ ബുദ്ധിയും
പഞ്ചേന്ദ്രിയങ്ങളും മറ്റുമായി ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടവരായല്ലേ അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്. അതുപോലെ മറ്റു അഖില പ്രപഞ്ചങ്ങളെയും അവൻ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുകയും സൃഷ്ടികളാൽ എണ്ണമോ വണ്ണമോ നിർണയിക്കാൻ സാധ്യമല്ലാത്ത അത്ര സൃഷ്ടിജാലങ്ങളെ സൂക്ഷ്മതയോടെ അവന്റെ നിശ്ചയാനുസരണം സൃഷ്ടിക്കുകയും സൃഷ്ടികളെ ഓരോന്നിനെയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചം അഥവാ പ്രപഞ്ചങ്ങൾ എവിടെ അറ്റമില്ലാത്ത ശൂന്യത തുടങ്ങുന്നുവോ അവിടെ അനിവാര്യമായും അവസാനിക്കുന്നു. എല്ലാ സാധ്യ വസ്തുക്കളുടെയും സംഭവങ്ങളുടെയും മേൽ അള്ളാഹുവിന് പരിപൂർണ നിയന്ത്രണമുണ്ട്. അപ്പോഴാണല്ലോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സൂക്ഷ്മ തലത്തിലും തലത്തിലും അതീവ കണിശതയോടെ സംവിധാനം ചെയ്യാൻ കഴിയുക. അള്ളാഹുവിന് ഇതുപോലെ അനേകായിരം പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചു നിയന്ത്രിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ അവന് സംബന്ധിച്ചിടത്തോളം സമുദ്രത്തിലെ ജലബിന്ദു പോലെയാവുന്നു. നാം അറിയുന്ന ലോകത്തിനപ്പുറം അവന് ലക്ഷക്കണക്കായ ലോകങ്ങൾ ഉണ്ടായേക്കാം. അള്ളാഹുവിന്റെ ഏകത്വം, പ്രവാചകത്വം, ഇഹലോകം, പരലോകം ഇതെല്ലാം ഖുർആനിന്റെ മഹത്തായ ദർശനങ്ങളാണ്. ഈ ദർശനങ്ങളുടെ സൗന്ദര്യം ഹൃദയം തിരിച്ചറിയുമ്പോൾ ജീവിതം മനോഹരമാകുന്നു. ഖുർആൻ തൃപ്തിയാണോ അല്ലയോ? മനുഷ്യൻ പരിപൂർണമായ വിധിക്കു കീഴിലാണോ? മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അല്ലാഹു മനുഷ്യനെ വെറുതെ വിട്ടിരിക്കുകയാണോ? ആരാണ് മനുഷ്യരുടെ കർമ്മങ്ങളുടെ സൃഷ്ടാവ്? ഇത്തരം ഒട്ടനേകം കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് സന്മാർഗം കണ്ടെത്താൻ പ്രധാനമായും വിശുദ്ധ ഖുർആൻ ഉപകരിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു നേർവഴി കാണിച്ചു കൊടുത്തു. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ആരെയും അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. നിഷേധികൾക്ക് അല്ലാഹു വിശ്വാസത്തിന്റെ വഴി കാട്ടിക്കൊടുത്തിട്ടില്ല എന്ന വാദം ശരിയല്ല. രണ്ടു കൂട്ടർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ തന്നെ. അത് അന്ത്യനാൾ വരെ സർവരെയും ഒരുമിച്ച് കൂട്ടുന്ന വിചാരണയുടെ പുനർദാന നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്താകുന്നു. മനുഷ്യന് ഈ ലോക ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഒരുക്കിത്തരുന്നത് മഹാത്ഭുതം തന്നെ. അത് സൃഷ്ടാവിന്റെ ആസ്തിക്യത്തിന് ഏറ്റവും വലിയ തെളിവാകുന്നു എന്നതിൽ ഒട്ടും സംശയമില്ല. ഇന്ന് ലോകത്ത് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. അറിവുണ്ടായിട്ടും അതനുസരിച്ച് ജീവിക്കാൻ മുതലാത്ത ജ്ഞാനികൾ ചിന്തിക്കുക. തനിക്ക് സന്മാർഗം വ്യക്തമായതിനു ശേഷം ആരെങ്കിലും ദൂതനോട് എതിർത്ത് അഥവാ ദൈവദൂതർക്ക് നൽകിയ ഖുർആനിനെ ധിക്കരിച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ സന്മാർഗ പാത വിട്ട് സത്യവിശ്വാസികളുടെ വഴിയല്ലാത്തതിനെ പിന്തുടരുകയും ചെയ്താൽ അവൻ തിരിഞ്ഞ ഭാഗത്തേക്ക് തന്നെ നാം അവനെ തിരിക്കും. അവനെ നരകത്തിലിട്ട് കത്തിക്കുകയും ചെയ്യും. സൂറത്തുൻ നിസാ 115. കർമ്മങ്ങൾ ഏറ്റവും നഷ്ടമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതായത് ജീവിതത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പിഴച്ചുപോയവർ. അവരാകട്ടെ തങ്ങൾ നല്ലതാണ് ചെയ്യുന്നതെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. സൂറത്തുൽ കഹഫ് 104. വിശുദ്ധ മക്കയും മദീനയും അടങ്ങുന്ന 60 നാടുകളും ഇടയ്ക്കിടെ വാർത്തകളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം നൂറ്റാണ്ടുകളായി ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ ഒരളവോളം പരിശ്രമിക്കുകയും പലതിലും ഗുണകരമായ വിജയം കാണുകയും ചെയ്ത ഒരു രാജ്യമായിരുന്നു അറബ് നാടുകൾ. വിശുദ്ധ അറബുകളുടെ കാവൽക്കാർ എന്ന് അവകാശപ്പെടുന്ന ഭരണാധികാരികളും ഒപ്പം കൊട്ടാരം മുക്തിമാരും ലോക മുസ്ലിമീങ്ങൾക്ക് പുതുതായി നൽകുന്ന വാർത്തകളിൽ അവിടുത്തെ പല വിധേനയുള്ള സ്ഥിതിഗതികൾ കേൾക്കുന്നതിലെ ചിലത് ഖേദകരവും ആശങ്കാജനകവുമായ ഒരു തലത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണോ എന്ന് തോന്നുന്നു. മുസ്ലിം നാടുകളിൽ 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് 5 നേരവും ബാങ്ക് കൊടുക്കണം. അതിന് ഓരോ മസ്ജിദിലും ഒരു മുക്രി വേണം. അങ്ങനെ 100 മസ്ജിദ് ഉണ്ടായാൽ 100 മുക്രിയും വേണം. ബാങ്ക് റെക്കോർഡ് ചെയ്ത് വോയിസ് ആക്കി റേഡിയോ വഴിയോ മറ്റോ ഒരു സംപ്രേഷണം ചെയ്താൽ 100 1000 10,000 മസ്ജിദുകൾക്ക് ഒരേ ഒരു മുക്രി മതി. എത്ര ലാഭകരം! ആകാശ ഭൂമികളിലും അതിനപ്പുറവും അള്ളാഹുവിന്റെ നാമങ്ങളാൽ അനുഗ്രഹം നിറയുന്ന വാങ്ങി വിളിച്ചിരുന്നവരും പള്ളി പരിപാലിച്ചിരുന്നവരുമായ എത്രയോ പേരുടെ അള്ളാഹു തൃപ്തിപ്പെടുന്ന ജോലികൾ ഇതോടെ നഷ്ടപ്പെടും.
കൂട്ടുകുടുംബങ്ങളും കുഞ്ഞു മക്കളുമായി മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ ജോലി ഇല്ലാതാവും. പരിശുദ്ധ ഇസ്ലാമിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇസ്ലാമിക നിയമവിധികൾ ഓരോന്നും ആ വിശുദ്ധ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ടോ എന്ന തോന്നൽ വർദ്ധിക്കുന്നു. ഈ വാർത്തകൾ ഓരോന്നും കൃത്രിമമായി നിലനിർത്തുന്നവർക്ക് ആ വിശുദ്ധ ഭൂമിയിൽ നിന്ന് അല്ലാഹു തൃപ്തിപ്പെടുന്ന സത്യദീൻ അകന്നകന്ന് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഹറം ഷരീഫിൽ മുമ്പ് മുസ്ലിം അല്ലാത്തവർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ബോർഡ് ഒഴിവാക്കി എന്ന് കേൾക്കുന്നു. അല്ലാഹുവിലും അവന്റെ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന ലോക മുസ്ലിം സമൂഹത്തോട് അള്ളാഹു പറയുന്നു, മനുഷ്യർ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം മക്കയിൽ ഉള്ളത് തന്നെയാണ്. ആദ്യ ഇമ്രാൻ 96. ഹറം ഷരീഫിന്റെ പവിത്രത ലംഘിക്കാത്ത വിധം സന്ദർശകർക്ക് ഹറം ഷരീഫ് സന്ദർശിക്കാം. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയോ അവരിൽ നിന്നുള്ള വരുമാനങ്ങൾക്ക് വേണ്ടിയോ അവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ ആയാലും ഇസ്ലാമിക നിയമങ്ങളുടെ പവിത്രത ലംഘിക്കാതെ സൂക്ഷിക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ ബാധ്യസ്ഥരാണ്. ജുമാ ദിവസം ഓരോ വകുപ്പിലും ബാങ്ക് കൊടുത്താൽ ജുമാ നമസ്കാരം കഴിയുന്നത് വരെ കച്ചവടം നിർത്തിവെക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിർദ്ദേശിക്കുന്നത്. അറബ് നാടുകളിൽ അത് എല്ലാ വകുപ്പിനും മതപരമായ ഒരു നിയമമായി നടപ്പാക്കുകയും വളരെ കാലം ആ പതിവ് തുടരുകയും ചെയ്തു. ഇത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഉത്തമമാർ എന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. നമസ്കാരം നടക്കുന്ന സമയത്ത് കടകൾ അടക്കാത്തവർക്ക് ഭാരിച്ച തുക പിഴയൊടുക്കേണ്ടി വരുമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴും നമസ്കാരം നടത്തുമ്പോഴും കച്ചവടം നിർത്തേണ്ടതില്ല, അടക്കേണ്ടതില്ല. നമസ്കാരമോ അവരുടെ സൗകര്യം പോലെ നമസ്കരിക്കാം. പല മുസ്ലിം നാടുകളിലും ബാങ്ക് അതാത് പള്ളികളിൽ നിന്ന് നേരിട്ട് കൊടുക്കുകയല്ല, തലസ്ഥാനത്തിൽ നിന്ന് റേഡിയോ വഴി റിലേ ചെയ്യുകയാണ്. പള്ളികളിൽ ഇതിനായി ഫിറ്റ് ചെയ്ത റിസീവറിൽ നിന്ന് അവിടുത്തെ സ്പീക്കറിലൂടെ ഇത് പുനഃസംപ്രേഷണം ചെയ്തു പോരുന്നു. ഇനി മുതൽ ലോകത്തിനാകെ 2 ബാങ്കും ഒരു മുക്രിയും മതിയെന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ദുബൈക്ക് ഒരു ബാങ്കും ബാക്കി 4 നേരത്തേക്ക് മറ്റൊരു ബാങ്കും ഇതിന്റെ റെക്കോർഡ് പ്ലേ ചെയ്യിക്കാൻ ഒരു മുക്രിയും പള്ളികളിൽ നിന്നുള്ള ഖുർആൻ പാരായണവും ഈ ഘടത്തിലേക്ക് മാറ്റപ്പെട്ടതായി കേൾക്കുന്നു. ഖുർആൻ ഓതുന്നതിന്റെ കുഴപ്പമില്ല, ഒറ്റ പുറത്ത് കേൾക്കരുതേ. ഇസ്ലാമാണെന്ന് പേരിന് മാത്രം അവകാശപ്പെടുന്ന അവർക്ക് എങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമവിധികൾ തന്നെ സഹിക്കാൻ കഴിയുക? ഇനിമേൽ യുവമാരെ ഭയപ്പെടാതെ കടകമ്പോളങ്ങൾ നമസ്കാര സമയത്തും ജുമാ സമയത്തും ഒക്കെ തുറക്കാം എന്നതിന്റെ ബാക്കിയാണത്. കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യം അനുസരിച്ച് നമസ്കരിച്ചാൽ മതി എന്നതാണ് പുതിയ നിയമ വ്യവസ്ഥകൾ എന്ന് കേൾക്കുന്നു. പണ്ഡിതന്മാർ എവിടെയും കൊട്ടാരത്തിന്റെ ചൊല്ലിലും ചെലവിലുമായതിനാൽ കൊട്ടാരത്തിലെ ശാസനകൾക്കാണ് ഇസ്ലാമിന്റെ ശാസനകളേക്കാൾ മുൻതൂക്കം നൽകേണ്ടത് എന്നത് ആദ്യമായി തിരിച്ചറിയുന്നതും അവർ തന്നെയായിരിക്കണമല്ലോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുമ്പ് സ്കൂളുകളും മദ്രസകളുമെല്ലാം വേറെ വേറെയായിരുന്നു എന്ന് കേട്ടിരുന്നു. ഇപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ സ്കൂളിലും ഒരേ മദ്രസയിലും പഠിക്കാം എന്നായി എന്ന് കേൾക്കുന്നു. അതുപോലെ അവിടുത്തെ ഹോട്ടലുകൾക്കും 2 കവാടങ്ങൾ ഉണ്ടാവുക നിർബന്ധമായിരുന്നു. ഒന്ന് സ്ത്രീകൾക്കും മറ്റൊന്ന് പുരുഷന്മാർക്കും. ഇപ്പോൾ അതും നിർബന്ധമല്ലാതായി എന്നും കേൾക്കുന്നു. സ്ത്രീകൾക്കൊന്നും മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുമായിരുന്നില്ല. അവർക്ക് സ്വന്തമായി വാഹനം ഓടിക്കാൻ പാടില്ലായിരുന്നു. നിശാ ക്ലബുകളിലേക്കും ഡാൻസ് ബാറുകളിലേക്കും സിനിമാ കൊട്ടാരങ്ങളിലേക്കും ഭരണകൂടത്തിന്റെ ചെറുപ്പ് വിരിഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനിവാര്യമായി എന്നതാണ് തോന്നുന്നത്. ഇനി മുസ്ലിം നാടുകളും മക്കയും മദീനയും അടക്കം മുഹമ്മദ് നബിക്കും മുമ്പത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുകയാണോ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഓരോ മുസ്ലിം നാടും തങ്ങളുടെ പുരോഗതിക്ക് ഏറ്റവും വലിയ പ്രശ്നവും അവരുടെ ഏറ്റവും വലിയ തൊന്തരവുകളും ഇസ്ലാമിന്റെ നിയമവിധി വ്യവസ്ഥകൾ ആണെന്ന് തോന്നുന്നുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമവിധി വ്യവസ്ഥകൾ എവിടെയും സംരക്ഷിക്കാൻ ധ്രുവീകരണ ശേഷി കാണിക്കാത്ത മതപരമായ അറിവ് പഠിച്ച ഇസ്ലാമിക പണ്ഡിത സമൂഹമേ സമ്പത്തിന്റെ ഒഴുക്ക് നിലക്കും എന്നോർത്തു
സത്യം എവിടെയും പറയാൻ മടിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മഹ്ശറ എന്ന മഹാകോടതിക്ക് മുമ്പിൽ ഇതിനെല്ലാം മറുപടി പറയേണ്ട സന്ദർഭം വിദൂരമല്ലെന്ന് നിങ്ങൾ ഓർക്കുക. മുസ്ലിമീങ്ങളുടെ ആത്മീയ കേന്ദ്രങ്ങളായ കഅബ ഷരീഫും റൗള ഷരീഫും അവ രണ്ടും ഉൾക്കൊള്ളുന്ന രാജ്യം എന്നത് ഇനി നല്ല വരുമാനം നേടിത്തരുന്ന പക്ക നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറുമോ? മുസ്ലിം ഭരണകൂടങ്ങൾ അവരുടെ പുരാതന സംസ്കാരത്തിലേക്കുമുള്ള തിരിച്ചുപോക്കിനുള്ള പുറപ്പാടിലാണോ? ഇസ്ലാമിന്റെ ഭരണകൂടങ്ങൾ ദീനിന്റെ നിയമവിധി വ്യവസ്ഥകൾ ഓരോന്നും ഗുഹയിലേക്ക് തന്നെ അകറ്റി കളയുകയാണോ? കാരുണ്യം നിറഞ്ഞ പരിശുദ്ധ ദീൻ ഭരണത്തിലോ രാഷ്ട്രകാര്യങ്ങളിലോ തൊഴിലിക്കില്ല എന്നതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും അതിലും വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികളും തങ്ങളുടെ ആത്മീയ സ്ഥിരാകേന്ദ്രം നാമാവിശേഷമാകാതിരിക്കാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥതയോടെ ദുആ ചെയ്യുക. മുസ്ലിം രാജ്യങ്ങളായ ജിദ്ദയും റിയാദുമൊക്കെ ലണ്ടനും പാരീസും പോലെ ആക്കണമെന്നാണോ മുസ്ലിം ഭരണകൂടങ്ങൾ അഭിലഷിക്കുന്നത്? മുസ്ലിം ഭരണകൂടങ്ങൾ പാശ്ചാത്യരുടെ സൗകര്യാർത്ഥം അർദ്ധനഗ്നരോ പൂർണ്ണനഗ്നരോ ആയി വൈരവിഹാരം നടത്താൻ പ്രത്യേക ബീച്ചുകൾ വരെ സജ്ജമാക്കി റിസർവ് ചെയ്തു വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഈ കാണുന്നതെല്ലാം ഈ കേൾക്കുന്നതെല്ലാം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതായി വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം ഉലമാക്കൾ മൗനികളായി ഹറാമും ഹലാലും ഗൗനിക്കാതെ അവരിൽ ജീവിതം നയിക്കുന്നു. താങ്കൾ ചിന്തിച്ചു നോക്കുക. നാം അവർക്ക് കുറെ വർഷങ്ങളോളം സുഖം നൽകുകയും പിന്നീട് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന ശിക്ഷ അവർക്ക് വന്നെത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന സുഖം ആ ശിക്ഷയെ തടുക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ? ഒരിക്കലുമില്ല. സൂറത്തുൽ ശുഅറ 205, 206, 207 അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും പ്രവാചകർക്ക് നൽകിയ ഖുർആനിലും ഖുർആനിന്റെ നിയമവിധി വ്യവസ്ഥകളിലും വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തെ അഥവാ പുനരുദ്ധാന ദിനത്തിലെ വിചാരണയിൽ ഭയപ്പെടുന്നവരുമാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ പല സംഘടനകളായി പിരിഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുമ്പുള്ള കിതാബിന്റെ അഹലുകാർ അവർ 72 വിഭാഗം ആയി ഭിന്നിച്ചു. എന്റെ ഈ മില്ലത്ത് 73 വിഭാഗമാകും. 72 വിഭാഗം നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രം സ്വർഗത്തിലും. അവരാണ് ഞാനും എന്റെ സഹാബാക്കളും. ഏതിലാണോ ആ മാർഗം പിൻപറ്റിയവർ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അല്ലാഹുവിലും അവന്റെ റസൂലിലും ഖുർആനിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവരോട് ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ അവർ ഖുർആനും ഹദീസും എടുത്തുദ്ധരിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ സംഘടനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നന്മ നിറഞ്ഞ സംഘടന എന്ന് തോന്നും. അവരും മറ്റുള്ള സംഘടനക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ സംഘടനയാണ് മുമ്പ് സംസാരിച്ചതിനേക്കാൾ കൂടുതൽ നന്മ നിറഞ്ഞത് എന്ന് തോന്നിക്കും. അങ്ങനെ അള്ളാഹുവിലും പ്രവാചകരിലും ഖുർആനിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്ന സംഘടനകൾ ലോകത്തിന്റെ നാനാഭാഗത്തും 100 കണക്കിനുണ്ട്. എത്ര സംഘടനകൾ ഉണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത അത്രയും സംഘടനയുണ്ട്. അവരെല്ലാവരും നല്ലവരാണ്. നമ്മൾ ലോകത്തുള്ള ഒരു സംഘടനയെയും കുറ്റം പറയേണ്ടതില്ല. സർവ്വതും അള്ളാഹു സൂക്ഷ്മതയിൽ കാണുന്നു, അള്ളാഹു സൂക്ഷ്മതയിൽ കേൾക്കുന്നു. അള്ളാഹുവിലും അവന്റെ റസൂലിനും നൽകിയ ഖുർആനിലും ഖുർആനിലെ എല്ലാ വചനങ്ങളിലും അന്ത്യദിനത്തിലെ അഥവാ പുനരുദ്ധാന ദിനത്തിലെ വിചാരണയിലും അടിയുറച്ച് വിശ്വസിക്കുന്ന സംഘടനയിലെ പണ്ഡിതന്മാർ മേൽ ഉദ്ധരിച്ച തിരുവചനത്തിന്റെ ഉള്ളടക്കം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഹദീസ് മിക്ക പണ്ഡിതന്മാരും അവയർഹിക്കുന്ന ഗൗരവത്തിൽ എടുത്തോ എന്ന കാര്യം സംശയകരമാണ്. അതല്ലെങ്കിൽ അവർ ഓരോരുത്തരും അവരല്ലാത്ത ബാക്കി 72 കക്ഷികളെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി തള്ളിപ്പറയാൻ വേണ്ടി ആയുസ് പാഴാക്കുകയില്ലായിരുന്നു. ഞങ്ങൾ പിഴച്ചവരല്ല എന്ന അവകാശവാദവുമായി മുന്നേറുന്നവർക്കാണ് ഈ ഹദീസിനെ കുറിച്ച് കൂടുതൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾ ഇന്ന് പിഴച്ചവല്ലാതിരിക്കാം, എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അന്ത്യനാളിൽ മഹ്ശർ എന്ന മഹാകോടതിക്ക് മുമ്പിൽ നിങ്ങളായിരിക്കും അതിലെ ഒരു കക്ഷി. വയക്കാക്ക് പറയാനുള്ളത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം,
ശരിയായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. അല്ലാഹുവും അവന്റെ ദൂതരും നിർദ്ദേശിച്ച മാർഗമാണ് ശരിയായ മാർഗം. അല്ലാഹുവേ, നീ തൃപ്തിപ്പെടുന്ന നിന്റെ സത്യമാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ അല്ലാ. ഓരോ വിശ്വാസിയും നിസ്കാരത്തിൽ ദിവസവും 17 പ്രാവശ്യം അല്ലാഹുവേ നീ എന്നെ നേർമാർഗത്തിൽ വഴി നടത്തണമേ എന്ന് ദുആ ചെയ്യുന്നതിന്റെ പിന്നിലും അല്ലാഹുവിനറിയാം പല സംഘടനകൾ ഉണ്ടാവുമെന്ന്. പള്ളികളിൽ നിർവഹിക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാമോ എന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു തർക്ക വിഷയമാണ്. സ്ത്രീകൾ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് നിരുത്സാഹപ്പെടുത്തിയത് ഇതിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മറുവിഭാഗം അത് അനവദനീയമാണെന്ന് വാദിക്കുന്നു. മതകാര്യത്തിൽ എന്ത് അഭിപ്രായ വ്യത്യാസത്തിലായാലും അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കുകയാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തിന് സ്വഹാബിമാർ അനുകൂലമായിരുന്നില്ല എന്നാണ് തെളിവുകൾ സംസാരിക്കുന്നത്. സ്വഹാബിമാർ ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പള്ളികളിലേക്ക് പോകുമ്പോൾ അവരവരുടെ ഉമ്മമാരെയും ഭാര്യമാരെയും അവരുടെ ബന്ധുക്കളെയും പെങ്ങന്മാരെയും ജുമാക്കോ മറ്റു വകുത്തുകളിലെ ജമാഅത്തുകൾക്കോ പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട് എന്ന് ചരിത്രം സംസാരിക്കുന്നില്ല. മാത്രമല്ല, പള്ളിയിൽ നിസ്കരിക്കേണ്ടത് പുരുഷന്മാരാണെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ നാമം ധരിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്യണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ച ഭവനങ്ങളിൽ പള്ളികളിൽ രാവിലെയും വൈകുന്നേരവും അവനെ പരിശുദ്ധമാക്കുക പുരുഷന്മാരാകുന്നു. അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് കച്ചവടവും വ്യാപാരവും അവരെ തടയുകയില്ല. സൂറത്തുൻ നൂർ 36-37 മേൽ ഉദ്ധരിച്ച ഖുർആൻ വചനത്തിൽ പുരുഷന്മാരെ മാത്രം പറഞ്ഞു. സ്ത്രീകൾക്ക് പള്ളികളിൽ ജുമാക്കോ ജമാഅത്തിനോ നിർബന്ധ ബുദ്ധിയ പങ്കെടുക്കൽ അവകാശപ്പെട്ടതല്ല എന്ന് മനസ്സിലാവുന്നു. പുരുഷന്മാർ എന്ന് തന്നെയാണ് മേൽ ഉദ്ധരിച്ച വചനത്തിൽ ഊന്നി പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകളുടെ പതിവ് എന്തായിരുന്നുവെന്ന് പരിശോധിക്കൽ അഭികാമ്യമായിരിക്കും. പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിനേക്കാൾ സ്ത്രീകൾക്ക് ഉത്തമം അവരുടെ വീട്ടിൽ വെച്ചുള്ള നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമ്മു സൽമ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, സ്ത്രീകൾക്ക് ഉത്തമം അവരുടെ വീടുകളിലെ അകത്തളമാകുന്നു എന്ന ഹദീസ് ഇതിന് തെളിവാണ്. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാനുള്ള അവരുടെ അവകാശം അവർ ചോദിച്ചാൽ അവരെ നിങ്ങൾ തടയരുതേ. മുസ്ലിം 442 എന്നും ഹദീസിലുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് കാണുക, അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു നിസ്കാരവും ഒരു സ്ത്രീയും നിർവഹിച്ചിട്ടില്ല തന്റെ വീട്ടിന്റെ ശക്തമായി ഇരുട്ടുള്ള സ്ഥലത്തേക്കാൾ ഉപരാജി. ഇമാം ഖുതുബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം തങ്ങളുടെ സ്വഹാബിമാർ സ്ത്രീകൾക്ക് പള്ളികൾ വിലക്കിയിരുന്നു. അല്ലാഹുവിന്റെ ഭവനങ്ങൾ അല്ലാഹുവിന്റെ ദാസികൾക്ക് നിങ്ങൾ തടയരുത് എന്ന തിരുവചനം ഉള്ളതോടൊപ്പം ഖുർതുബി 14-244. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുൻകാല മഹാന്മാരും അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തുകളിൽ സംബന്ധിക്കാൻ സ്ത്രീകൾക്ക് പ്രോത്സാഹനം നൽകിയതായി തെളിവില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാര്യമാരെയോ പെൺമക്കളെയോ സ്വഹാബാക്കൾ അവരുടെ ഭാര്യമാരെയോ പെൺമക്കളെയോ പിൻകാല അംഗീകൃത പണ്ഡിതന്മാരിൽ ആരെങ്കിലും അവരുടെ ഭാര്യമാരെയോ പെൺമക്കളെയോ പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് കൊണ്ടുപോവുകയോ കൊണ്ടുപോകാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തതിന് ഒരു രേഖ പോലും കാണുന്നില്ല. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുകയാണെങ്കിൽ നിങ്ങളത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. ഖുർആൻ 4:59 മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ നിസാര കാര്യം കൊണ്ട് നശിപ്പിച്ച് അവനെ പർവ്വതങ്ങൾക്ക് അടിമയാക്കി മാറ്റുക എന്നത് പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം. നമ്മുടെ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാമിനോട് ഈ മരം കൊള്ള അടുക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞത് വളച്ചൊടിച്ച് ആദം നബി അലൈഹിസ്സലാമിന്റെ ചിന്ത കുഴപ്പത്തിലാക്കിയാണ് സ്വർഗവാസികളായ ആദം നബി അലൈഹിസ്സലാമിയെയും
ഹവ്വാ ബീവിയെയും അവിടെ നിന്ന് ഇബ്ലീസ് പുറത്തു ചാടിച്ചത്. അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീകളാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല. വല്ലവനും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴി പിഴച്ചുപോയിരിക്കുന്നു. ഖുർആൻ 33:36. അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും അവന്റെ ഖദറിലും അടിയുറച്ച് വിശ്വസിക്കുകയും അത് അനുസരിച്ച് ജീവിതം നയിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ പരിശുദ്ധ ദീൻ വശതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിനെ അറിഞ്ഞും അവൻ റസൂലിന് നൽകിയ ഖുർആനിലെ നിയമവിധി വ്യവസ്ഥകൾക്ക് അനുസൃതമായും അറിവ് കുറവുള്ള ഈമാൻ ദാഹികളായ വിശ്വാസികൾക്ക് സൂക്ഷ്മതയുടെ മാതൃകയായി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും അതിനനുസൃതമായി തന്നെ അവരെ ഉപദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ പരിശുദ്ധ ദീൻ അതിന്റെ തനത് രൂപത്തിൽ ഇനിയും ലോകത്ത് തിരിച്ചു വരികയും അള്ളാഹുവിന്റെ അവതാരത്താൽ പരിപൂർണതയിൽ എത്തുകയും അള്ളാഹു അവന്റെ ദീൻ പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പിഴച്ച 72 സംഘടനകളിൽ പെട്ടുപോകുമോ എന്ന് ഭയമുള്ളവർ ആരായാലും അവർ പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാക്കാനും പള്ളിയുടെ അടുത്ത് തന്നെ അവരവരുടെ സംഘടനകൾക്ക് വേണ്ടി പള്ളികൾ ഉണ്ടാക്കാനും പരിശ്രമിക്കുകയില്ല. അള്ളാഹുവിലും അവന്റെ റസൂലിലും അന്ത്യനാളിലെ അഥവാ പുനരുദ്ധാന നാളിലെ വിചാരണയിലും അടിയുറച്ച് വിശ്വസിക്കുന്ന അവരെല്ലാവരും നിർബന്ധ നിസ്കാരങ്ങളും മറ്റു നിർബന്ധ കർമ്മങ്ങളും കൃത്യനിഷ്ഠത പാലിക്കാൻ പരിശ്രമിക്കുന്നവരായിരിക്കും. അവർ സുന്നത്ത് നിസ്കാരങ്ങളിലും മറ്റു സുന്നത്തുകളിലും ഹറാമും ഹലാലും ഗൗനിക്കുന്നതിലും അവർ എപ്പോഴും മുൻപന്തിയിൽ കൃത്യനിഷ്ഠത പാലിക്കാൻ പരിശ്രമിക്കുന്നവർ ആയിരിക്കും. അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും അഥവാ പുനരുദ്ധാന ദിനത്തിലെ വിചാരണയിലും അവന്റെ ഖദറിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർ ആണെന്ന് അവകാശപ്പെടുന്നവർ പല പല സംഘടനകളായി മാറുമ്പോൾ അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റി എന്ന് മനസ്സിലാകാത്ത സംഘടനകളുടെ കൂടെ ചേർന്ന് ഇരിച്ചാൽ വിജയത്തിന്റെ പാതയിൽ എത്താൻ കഴിയുമെന്ന് നിശ്ചയമില്ല. അള്ളാഹുവിന് മാത്രമാണ് യഥാർത്ഥ വിജയത്തിന്റെ വഴി നിശ്ചയമുള്ളത്. അതുകൊണ്ട് അള്ളാഹുവെ നീ തന്നെ എന്നെ യഥാർത്ഥ സന്മാർഗ പാതയിൽ നയിക്കണമേ എന്ന പ്രാർത്ഥന അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അത് ഇന്നത്തെ പല പല സംഘടനകളുടെയും അപകടമായ ചില വാദങ്ങളെ തന്നെ ഇല്ലാതാക്കി കളയുന്നു. എത്ര അറിവുണ്ടായാലും ഒരു പണ്ഡിത ജീവിതവും തെറ്റുപറ്റാത്തത് അല്ല. ആയതിനാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ പണ്ഡിതനും ദിനം പ്രതി സ്വന്തമായി തന്നെ സൂക്ഷ്മ പരിശോധന നടത്തി തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുന്നവരായിരിക്കണം. അവരാണ് വിജയം വരിച്ചവർ. നമ്മുടെ മതത്തെ ഭിന്നിപ്പിച്ചവർ വ്യത്യസ്ത കക്ഷികളായി ഓരോ കക്ഷിയും തങ്ങളുടെ ആശയങ്ങളും നിലപാടുമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. അതിനപ്പുറം യാഥാർത്ഥ്യം ചിന്തിച്ചു മനസ്സിലാക്കാൻ ഉത്സുകരല്ല. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്ന് ഹദീസിലുണ്ട്. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനൂ ഇസ്രായീലിലെ അമ്പിയാക്കന്മാരെ പോലെയാണെന്ന് മറ്റൊരു തിരുവചനത്തിലും കാണാം. പക്ഷേ ആത്മീയ പുരുഷന്മാരിലും ദീനീ പണ്ഡിതന്മാരിലും ചിലർ വ്യാജന്മാരും അയോഗ്യരും ആയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളിൽ ഏറ്റവും ദണ്ഡനമേൽക്കുന്നവൻ തന്റെ ജ്ഞാനം കൊണ്ട് പ്രയോജനം ലഭിക്കാത്ത പണ്ഡിതനാണ്. ഒരു പണ്ഡിതന് അബദ്ധം പറ്റിയാൽ അതുമൂലം വലിയൊരു സമൂഹത്തിനാണ് അബദ്ധം പറ്റുന്നത്. അങ്ങനെ അവർ തങ്ങളുടെ കാര്യത്തെ അഥവാ ദീനിനെ ഭിന്നമാക്കി എല്ലാവരും നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരുന്നവരാണ്. സൂറത്തുൽ അംബിയാ 93. അതുകൊണ്ട് ആളിക്കത്തുന്ന നരകത്തെ കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സൂറത്തുൽ ലൈൽ 14. അതെ, സത്യത്തിന്റെ ഇരിപ്പിടത്തിൽ സർവശക്തനായ ഒരു രാജാവിന്റെ സന്നിധിയിൽ. സൂറത്തുൽ ഖമർ 55. അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേടുകളിലുമുണ്ട്. സൂറത്തുൽ ഖമർ 52. അവർ സന്മാർഗിയായി അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അവനോട് പൊറുക്കലിന് തേടുകയും ചെയ്യുന്നില്ലേ? അല്ലാഹു പൊറുക്കുന്നവരും മഹാകാരുണ്യകരമാകുന്നു. സൂറത്തുൽ മാഇദ 74.
നന്മയും തിന്മയും തുല്യമാവുകയില്ല. ഏറ്റവും നല്ലത് കൊണ്ട് തിന്മയെ തടഞ്ഞു നിർത്തുക. സൂറത്ത് ഫുസിലത്ത് 34. ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലായി നാനാഭാഗത്തും ലക്ഷക്കണക്കിന് ഉലമാക്കളുണ്ട്. ഉലമാക്കളിൽ വലിയൊരു വിഭാഗവും പലിശയുമായി ഇടകലർന്ന് ജീവിതം നയിക്കുന്നു. പലിശക്ക് കൊടുക്കുന്നതോ പലിശക്ക് വാങ്ങുന്നതോ ആയ വരുമാനം നമ്മൾ ഭക്ഷിക്കുന്നതും പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഖുർആൻ വിലക്കിയിട്ടുണ്ട്. പലിശ ഇടപാടുകൾ അല്ലാഹു തൃപ്തിപ്പെടാത്തതാണ് എന്ന് പോലും പറയാതെ പരിശുദ്ധ ദീനിന്റെ വിഷയത്തിൽ മോനികളായിരിക്കുന്ന ഉലമാക്കളെ നിങ്ങൾ അല്ലാഹുവിന്റെ മാശറ എന്ന മഹാകോടതിക്ക് മുമ്പിൽ വരില്ല എന്നാണോ വിശ്വസിക്കുന്നത്? അതല്ല, അറിവുള്ള ഓരോ ഉലമാവും ഞങ്ങളുടെ ശേഖന്മാരും മഹാന്മാരും അല്ലാഹുവിന്റെ മാശറ എന്ന മഹാകോടതിയിൽ രക്ഷിക്കുമെന്നാണോ വിശ്വസിക്കുന്നത്? ഇൻഷാ അല്ലാഹ്, ബുദ്ധിയുള്ളവർ അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും അഥവാ പുനരുദ്ധാന ദിനത്തിലെ വിചാരണയെയും ഭയപ്പെടുക. നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പൊറുക്കലിന് തേടുകയും പിന്നീട് അവരിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുവീൻ. സൂറത്ത് ഹൂദ് 3. നല്ല കാര്യങ്ങളിലേക്ക് അന്യോന്യം മനുഷ്യരെ ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും ചീത്തയായവയെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു ജനത നിങ്ങളിൽ ഉടലെടുക്കട്ടെ. അവരാണ് ഇഹപര ജീവിത വിജയം പ്രാപിച്ചവർ. സൂറത്ത് ആലി ഇമ്രാൻ 104. സത്യവിശ്വാസിയായിക്കൊണ്ട് ആരെങ്കിലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് പുരുഷനോ സ്ത്രീയോ ആകട്ടെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവരോട് അല്പവും അക്രമം ചെയ്യപ്പെടുകയില്ല. സൂറത്ത് നിസാഇ 124. അല്ലാഹു നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ ജയിച്ചടക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവൻ നിങ്ങളെ കൈവിടുകയാണെങ്കിലോ അവനല്ലാതെ നിങ്ങളെ സഹായിക്കാൻ ആരാണ് ഉണ്ടാവുക? സൂറത്ത് ആലി ഇമ്രാൻ 160. ഇത് ഖുർആൻ ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന തെളിവുകളാണ്. ദൃഢവിശ്വാസം കൈക്കൊള്ളുന്ന ജനതയ്ക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു. സൂറത്തുൽ ജാസിയ 20. അന്ത്യനാൾ വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മനുഷ്യരിൽ അധിക പേരും അതിൽ വിശ്വസിക്കുന്നില്ല. സൂറത്തുൽ മൂമിൻ 59. തീർച്ചയായും അവരത് അന്ത്യനാൾ വിദൂരമായി കാണുന്നു, നാം ആകട്ടെ അത് അടുത്തതായി കാണുന്നു. സൂറത്തുൽ മഹാരിജ് 6-7. അതുകൊണ്ട് ആളിക്കത്തുന്ന നരകത്തെ കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സൂറത്തുൽ ലൈൽ 14. മുസ്ലിം ഭരണകൂടങ്ങളുടെ ഈ നിയമങ്ങൾ വാർത്ത ശരിയായാലും തെറ്റായാലും ഈ ഭരണകൂടങ്ങൾ ഇപ്പോൾ ഇസ്ലാമിക മതചിഹ്നങ്ങളുടെ നിരാശം കൊണ്ട് ശ്രദ്ധേയമാകുന്നത് കാണുമ്പോൾ നമുക്കുള്ള ഭയം അവരെ കുറിച്ചല്ല, ഈ ലോകത്തിന്റെ പൊതുഗതിയെ കുറിച്ചാണ്. അല്ലാഹുവേ, നീ ഈ ദുനിയാവ് കൂട്ടുകയാണോ? ഈ ദുനിയാവാകുന്ന പ്രപഞ്ചത്തെ അവസാനിപ്പിക്കുകയാണോ? പകരം 50,000 കൊല്ലത്തെ വിചാരണ നേരിടുന്ന എന്റെ കോടതിയിലേക്കുള്ള പുറപ്പാടിന്റെ തുടക്കമാണോ?